ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷി സെല്ലി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സേമിയ കൊണ്ട് അല്ലെങ്കിൽ വെർമസലി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പുമാവ് റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എങ്കിലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്നവർക്ക് വേണ്ടി ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി പീസി ആയിട്ടുള്ള, പക്ഷേ ഒരുപാട് ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള, അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ വെർമസലി അല്ലെങ്കിൽ സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. താങ്ക് യു. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായാൽ 1 കപ്പ് വെർമസലി, റോസ്റ്റഡ് വെർമസലിയാണിത്. റോസ്റ്റഡ് വെർമസലി ആണെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത വെർമസലി ആണെങ്കിലും നമ്മളിതൊന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചായയൊക്കെ കുടിക്കുന്ന കപ്പിന് 1 കപ്പ് വെർമസലിയാണ് എടുത്തിരിക്കുന്നത്. വെർമസലിയുടെ അളവ് പറഞ്ഞത് നമ്മൾ വെർമസലി എടുക്കുന്ന അനുസരിച്ച് വേണം ഇതിൻ്റെ വെള്ളവും ചേർക്കാനായിട്ട്. നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്ത വെർമസലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മളുടെ വെർമസലി ഇവിടെ ഒന്ന് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ പാൻ തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചു. അതിൽ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ചൂടായി വരുമ്പോൾ ഒരൽപ്പം കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് നല്ലതുപോലെ കംപ്ലീറ്റ് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ചെറിയ 1 ടീസ്പൂണിന് 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ കടലപ്പരിപ്പ് അവോയ്ഡ് ചെയ്യുവാണ്. എല്ലാത്തിനും കടലപ്പരിപ്പ് ഞാൻ ഇടാറില്ല. ഉഴുന്ന് പരിപ്പൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആഡ് ചെയ്യുക. വറ്റൽമുളക് കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. 1-2 ടേബിൾ സ്പൂൺ നിലക്കടല അല്ലെങ്കിൽ നമ്മളുടെ കപ്പലണ്ടി അതൊന്ന് ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പച്ച കപ്പലണ്ടിയാണ്. നിങ്ങൾക്ക് കപ്പലണ്ടി റോസ്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരു 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. ഈ കപ്പലണ്ടി ഒന്ന് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്യാം. ഓക്കെ, പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ വളരെ പേഷ്യൻസിയോടെ വേണം ഇത് നമ്മളൊന്ന് വറുത്തെടുക്കാൻ. ഇതിപ്പം നല്ലതുപോലെ നല്ല റോസ്റ്റഡായിട്ട് ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കപ്പലണ്ടി. കരിച്ച് കളയരുത്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു പച്ചമുളക്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 30 സെക്കൻഡ് ഇതൊന്ന് സോട്ട് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു അല്പം ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു ശകലം ഗ്രീൻ പീസ്. ഇത് നമ്മളുടെ പച്ച ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങാൻ കിട്ടുന്നത്. നമ്മളല്ലാതെ കറി വെക്കുന്ന ആ ഹാർഡായിട്ടുള്ള ഗ്രീൻ പീസ് ആയിരിക്കരുത്. അത് ഉപ്പുമാവിന് ഇതിൻ്റെ കൂടെ വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് സവാള അങ്ങ് ആഡ് ചെയ്യാം. ഒന്ന് സോട്ടേ ചെയ്യുക. ഈ ഗ്രീൻ പീസും ക്യാരറ്റും ക്യാപ്സിക്കം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സ്വീറ്റ് കോൺ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്വീറ്റ് കോൺ കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ട് കൊടുക്കാനായിട്ട്
വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പക്ഷേ ഉപ്പുമാവിന് ഇപ്പം ഞാൻ ആഡ് ചെയ്ത ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്പം ബീൻസ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബീൻസ് ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്യാം. 3 to 4 minutes ഒന്ന് സോട്ടേ ചെയ്യണം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ ഇടയാകരുത്. അപ്പം 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് സോട്ടേ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇപ്പം ഞാൻ സോട്ടേ ചെയ്തു. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് വേവാൻ അതിനല്പം കൂടെ സമയം നമ്മളെടുത്തുണ്ടല്ലോ. അപ്പം 1 കപ്പ് വെർമസിലിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് വെർമസിലിക്ക് അത് 1 കപ്പ് വെള്ളം. സാധാരണ എല്ലാവരും പറയുന്നത് അതിൻ്റെയൊക്കെ പാക്കറ്റിലും എഴുതിയിരിക്കുന്നത് 1 കപ്പ് വെർമസിലിക്ക് 2 കപ്പ് വെള്ളം എന്നാണ്. നമ്മളിവിടെ പായസമല്ല ഉണ്ടാക്കുന്നത്, അത് ഓർക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മളുടെ വെർമസിലി കുഴഞ്ഞു പോകാനും ഒട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 കപ്പ് വെർമസിലിക്ക് 1 കപ്പ് അല്ലെ 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. അതിൽ കൂടുതലാകരുത്. ഒരു അല്പം കൂടി ഉപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. കൂടി പോകരുത്. നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരല്പം കൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക. ബോയിൽ ഒരു 2 മിനിറ്റ് ഇത് ബോയിലാകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക. ഇത് ബോയിലായിട്ടുണ്ട്. നമ്മളുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെർമസിലി ആഡ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ മിക്സ് ചെയ്യണം. വെർമസിലി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോയിട്ട് വെർമസിലിക്ക് വേകാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. 5 മിനിറ്റ് ഇത് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് അല്ല, ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 6 തൊട്ട് 7 മിനിറ്റിനകം കുക്കാവും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു മോയ്സ്ചർ അവിടെ ഉണ്ട്. ഒന്നിലൊന്നേ തൊടാതെ ഇരിക്കുവാണെങ്കിലും ഒരു ചെറിയ ഒരു സ്റ്റിക്കിനെസ്, ഒരു ഒട്ടൽ കാണുമല്ലോ. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് ഇടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾക്ക് ഉപ്പുമാവിന് ഒരല്പം തേങ്ങ ഇടുന്നത് ഇഷ്ടമാണല്ലോ. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട്, നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ദിസ് വിൽ എൻഹാൻസ് യുവർ ടേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് വരുള്ളൂ. എഗെയിൻ ഒരു ഫ്രഷ് തണ്ട് കറിവേപ്പില. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ചിലരിതിന് കുറച്ച് പുളി കിട്ടാൻ ടൊമാറ്ററൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ടൊമാറ്ററൊക്കെ ആഡ് ചെയ്യുമ്പം ഇതൊന്നുകൂടെ നല്ല പുളിയാവാനും അങ്ങ് കുറച്ച് ലിക്വിഡായിട്ട് അങ്ങ് കുറച്ച് ഒട്ടിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ടൊമാറ്റോ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇനി ഇത് ഒരു 2 മിനിറ്റ് ജസ്റ്റ് 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ നേരം കൊണ്ട് ഒരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കിതൊരു മസാല ചൗമിൻ പോലെ ആക്കണം, അല്ലെങ്കിൽ ഒരു മസാല മാഗി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടുവറക്കുന്ന പ്രൊസീജിയർ ഒഴിവാക്കിയിട്ട് ഒരു മസാല ചൗമിൻ പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് മസാലകൾ ആഡ് ചെയ്താൽ മതി. മാഗിയുടെ മസാല ഇരിപ്പുണ്ടല്ലോ ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സോയ സോസ് ആഡ് ചെയ്ത് നമുക്കൊരു മസാല ചൗമിൻ പോലെയും ഇതാക്കിയെടുക്കാം, വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറക്കാം. ഒന്നിലൊന്നേ തൊടാതെയുള്ള നമ്മുടെ ഉപ്പുമാവ് കണ്ടില്ലേ, റെഡിയായിട്ടുണ്ട്. ഇവിടെ തീർന്നിട്ടില്ല, ഇനിയും ഇതൊരല്പം കൂടെ ബാക്കി കുക്കാവാൻ ഉണ്ട്. നമ്മളിതെടുത്ത് നോക്കിയാൽ ഒട്ടിയിട്ടില്ല. നമ്മളുടെ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടതേ, പൊടിഞ്ഞു പോകുന്നുണ്ടോ. അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ പാനിൻ്റെ ചൂട് കൊണ്ട് ബാക്കി കൂടെ ഇതിലിരുന്ന് കുക്കാവണം. ജസ്റ്റ് ഒരു പുളിയുടെ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഒരു ജസ്റ്റ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂണേ ആഡ് ചെയ്തുള്ളൂ. എനിക്ക് ഒത്തിരി പുളിയുടെ ഒരു ടേസ്റ്റ് വേണ്ട. ചിലർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അതുപോലെ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. ഇതിൽ ഒരല്പം മഞ്ഞൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ കട്ടി കുറഞ്ഞ
വെർമസിലിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ റോസ്റ്റഡ് വെർമസിലിയാണല്ലോ യൂസ് ചെയ്തത്, അപ്പോൾ ഒരു കളറിൻ്റെ സ്പെഷ്യൽ ആവശ്യം വരുന്നില്ല. അപ്പം എല്ലാവരും ചിലർ ഒരു ശകലം മഞ്ഞൾ ആഡ് ചെയ്യാറുണ്ട്. ഞാനിവിടെ മഞ്ഞൾ ഒഴിവാക്കിയിട്ടുണ്ട്, മഞ്ഞൾ ആഡ് ചെയ്തില്ല. ഓക്കെ, അപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം മല്ലിയില ഒന്ന് തൂവി കൊടുക്കുക, ഫ്രഷ് മല്ലിയില. ഓക്കെ, ഇനി ഇത് നമ്മളൊരു 5 മിനിറ്റ് ഇത് തുറക്കാതെ അടച്ചു വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തുറക്കാതെ അടച്ചു വെക്കുക. അത് കഴിഞ്ഞേ ഇത് തുറക്കാവൂ. ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. കാരണം നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന 5 മിനിറ്റും കൊണ്ടാണ് ഇത് ബാക്കി കൂടി കുക്കായി കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി, ദേ ഒന്നിലൊന്നേ തൊടാതെ നമ്മുടെ ഖിൽത്ത ഉപ്പുമാവ് റെഡി. നമ്മൾ 1 കപ്പ് വെർമസിലി എടുത്തപ്പോൾ ഇത്രയും ഉപ്പുമാവ് കിട്ടി. ഇത് നമുക്ക് 1 കപ്പ് വെർമസിലിയും കൊണ്ട് കേട്ടോ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാം. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അത് കൂടെ ചെയ്ത് നോക്കണം. ചെമ്മ ആ പഞ്ചസാരയും ആ ലെമൺ ജ്യൂസും ആഡും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മളുടെ വെർമസലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്പുമാവ് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ സേമിയ ഇരിപ്പുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറേ ഉപ്പുമാവ് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ അടിപൊളി ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ഡിലീഷ്യസ് സേമിയ അല്ലെങ്കിൽ വെർമസിലി ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് നമ്മുടെ ഒരു ചൗമിൻ്റെ ലുക്കാണ് കണ്ടു കഴിയുമ്പോൾ കേട്ടോ. അല്ല, ചൗമിനൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ, പക്ഷേ ഈ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഉപ്പുമാവ്. നിങ്ങളുടെ വിലയേറിയ കമൻസും വ്യൂസുമാണ് ആവശ്യം. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള സ്ട്രെങ്ത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. Eat healthy, stay healthy.